തിരുവനന്തപുരത്ത് മുതലപ്പുഴി വെള്ളം മറിഞ്ഞ് രാവിലെ ഒരാൾ മരിച്ചിരുന്നു. അവിടെ ഇപ്പോൾ ഷെഫീദ് റാവുത്തർ എത്തിയിട്ടുണ്ട്. ഷെഫീദ്, വിവരങ്ങൾ. നമുക്കറിയാം, ഈ ഇടവേളകളായി ഈ കഴിഞ്ഞ കുറെ നാളുകളായി തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബോട്ടപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ മുതലപ്പുഴി എന്ന് പറയുന്നത്. സമാനമായി ഇന്നും രാവിലെ ഇവിടെ 2 ബോട്ടപകടങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ഇവിടെ ഒരാൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മത്സ്യബന്ധനം വിലക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഒന്ന് മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് ആളുകൾ മത്സ്യബന്ധനത്തിന് പോയതെന്നാണ് അവർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പോലീസ് അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് ആദ്യ വെള്ളം അപകടത്തിൽപ്പെടുന്നത് 4 പേരുമായി മത്സ്യബന്ധനത്തിന് പോയ വെള്ളമാണ്. അതിൽ 3 പേർ നീന്തി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ 3 പേരെയും 2 പേരെ ചിറയൻകീഴ് ആശുപത്രിയിലും ഒരാളെ കഴക്കൂട്ടം ആശുപത്രിയിലും എത്തിച്ചു. അതിനുശേഷമാണ് ഈ കഴക്കൂട്ടം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന എബ്രഹാം, അദ്ദേഹം അഞ്ചുതെങ്ങ് സ്വദേശിയാണ്, അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. പിന്നാലെ ഒരു ബോട്ടിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വള്ളവും ഈ കാണുന്ന പുലിമുട്ടിലിടിച്ചാണ് അപകടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഈ പുലിമുട്ടുകളിൽ ഇടിച്ച് അല്ലെങ്കിൽ ഈ കാണുന്ന പ്രത്യേക സ്ഥലത്താണ് സാധാരണ സ്ഥിരമായി ഈ പ്രദേശങ്ങളിൽ അപകടം ഉണ്ടാകുന്നത്. കോസ്റ്റൽ പോലീസ് അടക്കം ഇപ്പോൾ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാൻ സാധിക്കും. അതായത് മുതലപ്പുഴയിൽ സ്ഥിരമായ അപകടം ഉണ്ടാകുന്നത്, അതായത് ഹാർബറിലേക്ക് കയറാൻ വളരെ കുറച്ചു ദൂരം മാത്രമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് സാധാരണ വള്ളം മറിയുന്നത്. അത് ഈ ഹാർബറിന്റെ പണി, അതേപോലെ തന്നെ അശാസ്ത്രീയമായ പുലിമുട്ടിട്ടതടക്കമുള്ള കാര്യങ്ങൾ ഇതിനുവേണ്ടി വഴിവെച്ചു എന്നുള്ളതാണ് ആളുകൾ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആ കുറ്റപ്പെടുത്തലടക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം മാത്രം, അതായത് ഈ ജനുവരി മുതൽ ഈ മാസം വരെയുള്ള കാലയളവിൽ മാത്രം ഏതാണ്ട് 2 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും അപകടം ആവർത്തിക്കുകയാണ്. പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള കർശന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ തന്നെ പോലീസും ഇപ്പോൾ നൽകുന്നുണ്ട്. പോലീസ് ഈ പരിസരത്ത് തന്നെ, അതായത് സാധാരണഗതിയിൽ ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ പോലീസും കോസ്റ്റൽ പോലീസ് അടക്കം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി തിരികെ വരാൻ നിരവധി ബോട്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി, ഒരു കണക്കുകൂട്ടലുകൾ കൂടി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രദേശവാസികൾ അടക്കമുള്ള ആളുകളും ഇവിടെ ഇതിന് കാത്തുനിൽപ്പുണ്ട്. ഏതായാലും മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടമുണ്ടായി. ആ അപകടത്തിന് പിന്നാലെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. കടലിപ്പോലും ഇപ്പോഴും പ്രക്ഷുബ്ധമായി കിടക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ആളുകൾ അടക്കമുള്ള ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം കാണാൻ സാധിക്കും എന്തുമാത്രം കല്ലിനുള്ളിരിക്കുകയാണ് കടൽ എന്നുള്ളത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മുതലപ്പുഴയിലേക്ക് എത്തിക്കും എന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ ഒരു വിവരമായി നൽകുന്നുണ്ട്. സ്കെയിൽ. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ബ്രേക്ക്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.